പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ദൈവമക്കളെ, ആഗമന കാലത്തിൻ്റെ സന്തോഷത്തിൻ്റെ മേഖലകളിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഉൽപ്പത്തി 3:15 ദൈവം പറഞ്ഞു, നീ ഇത് ചെയ്തതുകൊണ്ട് നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതകളാക്കും. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവം തന്നെ ആദ്യം അത് വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് യേശുവിൻ്റെ ആ വെളിപ്പെടുത്തൽ നൽകിയത് ദൈവം തന്നെയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്, കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം തന്നെയാണ് അതും അരുൾ ചെയ്തത്. എന്നാൽ യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന നമ്മൾ ആഘോഷത്തിൻ്റെതായ മേഖലയിൽ ഇത് വളരെ ഒരുക്കത്തിലാണ്. നമ്മൾ പള്ളികളിലും ഭവനങ്ങളിലും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പുൽക്കൂട് നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിൻ്റെ ആ പുൽക്കൂട്, യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ നമ്മൾ എത്രത്തോളം ഒരുങ്ങുന്നു, ഒരുക്കത്തിലാണെന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. പുൽക്കൂടുകൾ മനോഹരമായി ഒരുക്കാം, മോടി പിടിപ്പിക്കാം. പക്ഷേ യേശുവിൻ്റെ ജന്മത്തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് ആ യേശുവിനെ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടിൽ അനുഭവിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ക്രിസ്തു സന്തോഷിക്കുന്നത്. കാരണം നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരിലും ക്രിസ്തുവിനെ കാണാനും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായിരിക്കുവാനും നമുക്ക് സാധിക്കും. ഈ ആഗമന കാലത്തിൽ ക്രിസ്മസിൻ്റെ സന്ദേശം നൽകുന്നത് നമ്മളിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണുവാൻ നമ്മുടെ ജീവിതം ക്രിസ്തു സാക്ഷ്യമായി മാറണം. അനേകം പേരിലേക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ, ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണാൻ സാധിക്കണം. അത് ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിലൂടെ അനേകം പേർ ക്രിസ്തു മഹത്വപ്പെടും. അതായിരിക്കണം നമ്മൾ ക്രിസ്തുവിനെ ശരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്രിസ്മസിലൂടെ നൽകുന്ന സന്ദേശം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ഒരുങ്ങണമെങ്കിൽ ദൈവം നൽകിയ കൽപ്പനകളിലൂടെ, വചനങ്ങളിലൂടെ നമ്മൾ ശരിക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു. കാരണം ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഒരു യുവാവ് യേശുവിനോട് ചോദിച്ചത് നമുക്കറിയാം, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കൽപ്പനകൾ പാലിക്കണം. യേശു നമ്മുടെ ഹൃദയത്തെ ജനിക്കുന്നത് ഈ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അനുരഞ്ജന കുദാശ അതിൻ്റെ ഒരുക്കത്തോടെ നടത്തി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയമാകുന്ന ആലയം പുൽക്കൂട് ഒരുക്കുമ്പോൾ നമ്മുടെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചാൽ തീർച്ചയായിട്ടും ആ ക്രിസ്മസിൻ്റെ അർത്ഥവത്വം നമുക്ക് അതിൻ്റേതായ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. അതിൻ്റേതായിട്ടുള്ള കൃപ ദൈവം തന്നെ നൽകിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരുക്കം നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകും. അത് സ്വീകരിക്കാനായിട്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ സ്വീകരിച്ച് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ശരിക്കും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്ന അനുഭവം അതിങ്ങനെ നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കാൻ, ആഹ്ലാദിക്കാൻ സാധിക്കും. ദൈവം നമ്മളെ അതിനുവേണ്ടി എല്ലാ രീതിയിലും ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം പിറക്കും മണ്ണിൻ്റെ മാറിൽ നമുക്കൊരു പുൽക്കൂടു തീർക്കാം. സ്നേഹത്തിൻ പൂക്കളാൽ തോരണം ചാർത്താം, സാമോദമാഘോഷിക്കാം.